ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതിവേഗത്തിലുള്ള വളർച്ച ആഗോള പ്രതിരോധ സുരക്ഷാ മേഖലകളെ മാറ്റിമറിക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇറാനിലെ CCTV ക്യാമറ ശൃംഖലകൾ ഹാക്ക് ചെയ്ത് ഇസ്രയേൽ ഇന്റലിജൻസ് ഏജൻസികൾ നടത്തിയ സംയുക്ത സൈനിക നീക്കത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ റഷ്യ തങ്ങളുടെ സുരക്ഷാ നയങ്ങളിൽ അടിയന്തര മാറ്റം വരുത്തി. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും അദ്ദേഹത്തിന്റെ അടുത്ത സുരക്ഷാ ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക പ്രത്യേക നിരീക്ഷണ സംവിധാനത്തിന്റെ ഭാഗങ്ങൾ താൽക്കാലികമായി അടച്ചുപൂട്ടാൻ റഷ്യൻ സുരക്ഷാ സേവനങ്ങൾ തീരുമാനിച്ചു. പ്രസിദ്ധമായ ഫിനാൻഷ്യൽ ടൈംസ് പത്രത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് റഷ്യയിലെ സാധാരണ പൗരന്മാരെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന 3 ലക്ഷത്തോളം വരുന്ന പൊതു CCTV ക്യാമറകളിൽ നിന്ന് തികച്ചും വേറിട്ട് നിൽക്കുന്നതാണ് പുടിന്റെ ഈ അതീവ രഹസ്യ നിരീക്ഷണ സംവിധാനം. ഇറാന്റെ അനുഭവം മുൻനിർത്തി ഈ സംവിധാനത്തിന്റെ ഇന്റർനെറ്റ് ശൃംഖലയുമായുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ച ശേഷം കൂടുതൽ കരുത്തോടെ പുനഃക്രമീകരിക്കാനാണ് റഷ്യൻ സൈനിക എഞ്ചിനീയർമാർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയിൽ ഇസ്രയേലും അമേരിക്കയും കൈവരിച്ച അതിവേഗ മുന്നേറ്റമാണ് റഷ്യയെ ഇത്തരമൊരു പ്രതിരോധ നടപടിക്ക് പ്രേരിപ്പിച്ചത്. ഇന്ന് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ആയിരക്കണക്കിന് ക്യാമറകളിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് മണിക്കൂറിൽ നീളുന്ന വീഡിയോ ദൃശ്യങ്ങൾ വെറും മിനിറ്റുകൾക്കുള്ളിൽ വിശകലനം ചെയ്യാൻ സാധിക്കുന്ന അത്യാധുനിക AI ടൂളുകളും ലഭ്യമാണ്. ലഭ്യമാകുന്ന ദൃശ്യങ്ങളിലെ മനുഷ്യരുടെ പെരുമാറ്റ രീതികൾ, വസ്ത്രധാരണം, ചലനങ്ങൾ എന്നിവ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഉയർന്ന സുരക്ഷയുള്ള വ്യക്തികളുടെ യാത്രാ വിവരങ്ങളും അവർ പോകുന്ന സ്ഥലങ്ങളും മുമ്പത്തേക്കാൾ ഉയർന്ന വേഗതയിലും കൃത്യതയിലും കണ്ടെത്താൻ ഈ AI സംവിധാനങ്ങൾക്ക് സാധിക്കും. ഇറാന്റെ CCTV ക്യാമറകളിലെ ദൃശ്യങ്ങളെ ഇത്തരത്തിൽ പാറ്റേൺ തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ വഴി വിശകലനം ചെയ്താണ് ഇസ്രയേൽ തങ്ങളുടെ സൈനിക ലക്ഷ്യം പൂർത്തിയാക്കിയത്. യുക്രൈനിയൻ രഹസ്യാന്വേഷണ ഏജൻസികൾ റഷ്യയിലെ ചില സാധാരണ ട്രാഫിക് ക്യാമറ സംവിധാനങ്ങളിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതായി റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരത്തെ തന്നെ സൂചനകൾ ലഭിച്ചിരുന്നു. റഷ്യയിലെ സൈനിക ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഇത്തരം ഹാക്കിംഗ് ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പുടിന്റെ വ്യക്തിഗത സുരക്ഷ കൂടുതൽ കർശനമാക്കാൻ റഷ്യ തീരുമാനിച്ചത്. ആധുനിക AI സംവിധാനങ്ങൾക്ക് കേവലം മുഖം തിരിച്ചറിയൽ അല്ലെങ്കിൽ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് ട്രാക്ക് ചെയ്യൽ എന്നിവയ്ക്കപ്പുറം ചിന്തിക്കാൻ സാധിക്കുമെന്നതാണ് വലിയ സുരക്ഷാ ഭീഷണിയാകുന്നത്. സാധാരണ മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയിലുള്ള ലളിതമായ ചോദ്യങ്ങളിലൂടെ കോടിക്കണക്കിന് വീഡിയോകളിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ തിരഞ്ഞെടുക്കാൻ ഇവയ്ക്ക് പറ്റും. ഉദാഹരണത്തിന്, റോഡിൽ വെച്ച് ബാഗ് കൈമാറുന്ന 2 വ്യക്തികളെന്നോ ഒരു ദിവസത്തിനുള്ളിൽ പലതവണ വസ്ത്രം മാറിയ ഒരാളെന്നോ കമാൻഡ് നൽകിയാൽ അത്തരം ദൃശ്യങ്ങൾ മാത്രം വേർതിരിച്ചു നൽകാൻ ഈ സംവിധാനങ്ങൾക്ക് പറ്റും. CCTV ദൃശ്യങ്ങളെ മാത്രം ആശ്രയിക്കാതെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഹാക്ക് ചെയ്ത ഫോൺ ആശയവിനിമയങ്ങൾ, സ്മാർട്ട് ഉപകരണങ്ങളിലെ മൈക്രോഫോണുകളിൽ നിന്നുള്ള ഓഡിയോ വിവരങ്ങൾ, യാത്രാ ചരിത്രങ്ങൾ എന്നിവയുമായി ഈ വീഡിയോകളെ ഒന്ന് ലിങ്ക് ചെയ്യാനും പുതിയ AI ടൂളുകൾക്ക് സാധിക്കും. ഈ സാഹചര്യത്തിൽ ഡിജിറ്റൽ ശൃംഖലകളിൽ നിന്ന് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ സിസ്റ്റങ്ങളെ മാറ്റി നിർത്തുന്നതിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈബർ ചാരവൃത്തിക്ക് കനത്ത തിരിച്ചടിയാണ് റഷ്യ നൽകിയിരിക്കുന്നത്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും അത്യാധുനിക സൈബർ ആയുധങ്ങളെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിൽ ഏതൊരു വൻ ശക്തിയും സ്വീകരിക്കേണ്ട ഏറ്റവും മികച്ച തന്ത്രപരമായ പ്രതിരോധ കോട്ടയാണ് റഷ്യ ഇവിടെ തീർത്തിരിക്കുന്നത്.